ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൾഫിൽ പോണതിനെ പറ്റിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ടിൽ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ദിവസം ഇതേപോലെ യാത്ര പറയാൻ പോയപ്പോൾ ആ വീഡിയോ കുറച്ച് ലോങ്ങിൽ പോയി. അപ്പോൾ ശരി ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും സ്കൂട്ടിക്കാണ് പോയതും ഇക്കാക ഇടക്കരയിലുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ ഒപ്പം കയറിയിട്ട് ഫസ്റ്റ് നമ്മൾ ഷെർക്കാക്കൂൻ്റെ അങ്ങോട്ട് പോയി. അവിടെ പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് മാങ്ങയൊക്കെ കഴിച്ച് പിന്നെ ജെറി പോലത്തെ എന്തൊക്കെയോ സംഭവം ചിഞ്ചു താത്ത അവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി നോക്കിയപ്പോൾ അതിലൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. ഭയങ്കര പെരും പുളിയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അവിടുന്ന് മാങ്ങയൊക്കെ കഴിച്ചിട്ട് ജ്യൂസ് അടിക്കാറുണ്ട്. അപ്പോൾ വേണ്ട മാങ്ങയായിട്ട് മതി പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ അവിടുന്ന് കഴിച്ച് നമ്മൾ നേരെ മൂത്തമ്മാൻ്റെ അങ്ങോട്ട് പോയി. ഉമ്മാൻ്റെ മൂത്ത ഏടത്തി അവിടേക്ക് പോയി. അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഫസ്റ്റ് കലക്കിയ വെള്ളമൊക്കെ തന്ന് പിന്നെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മൾ പറയാതെയാണ് പോയത്. അപ്പോൾ ഷടുപിടയും നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറേ നേരം വർത്താനം പറഞ്ഞു. പിന്നെ യാത്ര പറച്ചിലും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ നിൽക്കാതെ പോയാൽ കൂടുതൽ നമ്മൾ ഇങ്ങോട്ടൊന്നും വരാൻ നിൽക്കില്ല. വരികയാണെങ്കിൽ ഞാനും ഉമ്മയും സ്കൂട്ടിക്കേ വരുള്ളൂ. അങ്ങനെ നമ്മളങ്ങനെ യാത്രയൊക്കെ മിസ് ചെയ്യണതൊക്കെ കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഒരു 10-10:30 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീടൊക്കെ എത്തി. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ അതേപോലെ വൈകുന്നേരം ഞങ്ങളെല്ലാവരും പാടെ വേറെ കുറേ സ്ഥലത്തേക്ക് പോകാണ്ടായിരുന്നു. ഉപ്പാൻ്റെ ഫാമിലീസിന് അങ്ങോട്ടും ഉമ്മാൻ്റെ ആങ്ങളമാരുടെ അങ്ങോട്ടൊക്കെ പോകാണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ചക്കക്കുരു പുറത്തുമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ചക്ക ഉണ്ടായിരുന്നു. മാങ്ങ സീസൺ കഴിഞ്ഞുകൊണ്ട് ഇപ്രാവശ്യം ചക്കയാണ്. ചക്കയൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ എടക്കര പോയപ്പോൾ ഉമ്മ ഇക്കാകിയും പോണ വീട്ടിലേക്കൊക്കെ സാധനങ്ങൾ മേടിക്കാൻ സ്നാക്സ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞാനും താത്തയും കുട്ടികളും കുറേ നേരം വണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇക്കാക ഈ ഒരു പൂള വറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുള്ള കാരണം അതിൽ ആദ്യം ഉപ്പും മുളക് പൊടിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാം മറി ഉപ്പും മുളക് പൊടി ഇടിപ്പിച്ചിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്നും കൂടെ അടിപൊളിയായിരുന്നു. ആദ്യത്തെ അടിപൊളി പിന്നെ അടിപൊളിയായിരുന്നു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചിഞ്ചു താത്താൻ്റെ തറവാട്ടിക്ക് പോയി. ചിഞ്ചു താത്തായുടെ തറവാട്ടിക്കൊക്കെ പോയി. അവിടെ ഫസ്റ്റ് മുമ്പുറത്ത് ഫുൾ ഫാഷൻ ഫ്രൂട്ട് കിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അവിടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നമുക്ക് വെള്ളം കലക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ വെള്ളം പകുതി മുക്കാൽ ജസു തന്നെ കുടിച്ചു. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ചിഞ്ചു താത്താൻ്റെ അമ്മായി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കൊക്കെ നമ്മളൊന്ന് പോയി യാത്രയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചിട്ട് അവിടെ നിന്നൊന്നും കുടിക്കാനൊന്നും നിന്നില്ല. കാരണം തറവാട്ടിലൊക്കെ റെഡി ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയപ്പോൾ പഴംപൊരി സ്നാക്സ് ചായ. അങ്ങനെ ചായ ഞാൻ കുടിക്കത്തില്ല. എപ്പോഴെങ്കിലും ഒന്ന് കട്ടൻ ചായ കുടിച്ചില്ലെങ്കിൽ അങ്ങനെ അടിപൊളി പഴംപൊരി. അത് പറയാതിരിക്കാനേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു വട്ടം കഴിച്ച് രണ്ടാം മറിയും പഴംപൊരി എടുത്ത് രണ്ടാം മറിയും കഴിച്ച് അങ്ങനെ ഇക്കാകെ യാത്രയൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ ചിഞ്ചു താത്താടെ വല്യമ്മ യാത്ര പറഞ്ഞ ശേഷം ഇക്കാൻ്റെ മുഖത്ത് നോക്കിയില്ല. അവർക്ക് സങ്കടം അത്ര. അങ്ങനെ യാത്ര പറഞ്ഞ് പോകണതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ നേരെ ഇപ്പാടെ ഏട്ടൻ്റെ അങ്ങോട്ട് വന്നു. അവിടേക്കാണ് ചക്ക കൊണ്ടുവന്നത് കേട്ടോ കൂട്ടാൻ വെക്കാനൊക്കെ. അങ്ങനെ അവിടെ വന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ കുറേ നേരം ചിരിച്ച് കളിച്ച്. അവിടെ നിന്ന് വെള്ളമൊന്നും കുടിക്കാൻ നിന്നില്ല. കാരണം ചിഞ്ചു താത്താൻ്റെ തറവാട്ടിൽ നിന്ന് പഴംപൊരി വെള്ളമൊക്കെ വേറെ ഫുള്ളാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊന്നും വേണ്ട പറഞ്ഞു. അപ്പോൾ നമ്മൾ പോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല, ഇറങ്ങാൻ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ അവിടെ യാത്രയൊക്കെ പറഞ്ഞ് പിന്നെ പോണ വഴിയിൽ വണ്ടിയിൽ കാറ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ നേരെ വിട്ടത് നമ്മുടെ മൂത്താപ്പാൻ്റെ അടുത്തേക്ക് ഉപ്പാൻ്റെ ഇനിയൊരു ഏട്ടൻ്റെ വീട്ടിലേക്ക്. അവിടെ പോയി കലക്കിയ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. വർത്താനം പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ബ്ലാക്ക് കളർ ടീഷർട്ട് ഇട്ട കാക്കും ഗൾഫിക്ക് പോകുകയാണ്. കല്യാണത്തിന് വേണ്ടി വന്നതാണ്. മൂപ്പൻ്റെ കല്യാണം കഴിഞ്ഞ് അപ്പുറത്ത് നിൽക്കുന്നതാണ് വൈഫ്. അപ്പോൾ ഓരും ഗൾഫിൽ പോകാൻ നിൽക്കണം പറഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പറച്ചിലായി കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സൂന മോള് ഈ ഒരു സ്റ്റൂള് എനിക്ക് വേണം പറഞ്ഞിട്ട് എടുത്തിട്ട് ഇറങ്ങുക കേട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ച് വെച്ച് ഉമ്മയൊക്കെ മേടിച്ച് വെച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഉമ്മാടെ ഏട്ടൻ്റെ വീട് അവിടേക്ക് പോയി. അത് കുറ്റിക്കാടാണ്. അവിടേക്ക് പോയത് ജസൂനെ അവിടെ നിൽക്കുകയോ സൈക്കിളൊക്കെ കിട്ടി. കുറച്ച് നേരം അതിലൊക്കെ കളിക്കലായി. ഞാനും ഓളുടെ കൂടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മുടെ ഉമ്മയുടെ മൂത്ത ആങ്ങളേൻ്റെ അടുത്തേക്ക് പോയി. പറഞ്ഞാൽ ഉമ്മയുടെ അനിയനാണ് ഉമ്മയുടെ ആങ്ങളെയും അങ്ങനെ എനിക്ക് കറക്റ്റ് പറയാറിയില്ല. അങ്ങനെ അവിടേക്ക് പോയി റീനുത്താത്ത ഷാജിയമ്മയൊക്കെ ഉണ്ടായിരുന്നു. സിനുത്താത്തയും കുട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വിരുന്ന് പോയിക്കായിരുന്നു. അങ്ങനെ ജസു നിയാക്കും കളിക്കുന്ന സാധനം കിട്ടിയപ്പോൾ പിന്നെ അവർ അതിൻ്റെ ബാക്കിലായി. അപ്പോൾ ഇക്കാകെ പിന്നെ കുട്ടികളെ എടുത്തിട്ട് ഓരോന്ന് പറഞ്ഞിട്ടും ചിരിച്ചിട്ടും കളിച്ചിട്ടൊക്കെ ഇരിക്കണ്ടായിരുന്നു. പിന്നെ ഷാജിയമ്മായ അപ്പത്തിനും റീനുത്താത്ത ഇടക്കര പോയപ്പോൾ ഇത് കൊണ്ടുവന്നാണ് പറഞ്ഞിട്ട് എന്തോ മധുര ജിലേബി എനിക്കിത് ഈ സംഭവം എനിക്കിഷ്ടമല്ല. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോൾ അടുക്കളയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ നല്ല മണം.
മന്തി റൈസിൻ്റെ. അങ്ങനെ ആ മന്തിയൊക്കെ നോക്കി ചന്തത്തിൽ അത് ഇടുന്നതൊക്കെ വീഡിയോസൊക്കെ എടുത്ത് അതിൻ്റെ മണം സഹിക്കാൻ വയ്യാതെ ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ എടുത്ത് നോക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ആ മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ്, പ്രത്യേകിച്ചൊരു ടേസ്റ്റ്. അങ്ങനെ അതൊക്കെ വിളമ്പി നമ്മളൊരു 8-8 ആകുമ്പോഴാണ് കഴിക്കാൻ ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാമായിരുന്നു. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ബൈ ബൈ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് നേരെ ഇറങ്ങി ഉമ്മാൻ്റെ ചെറിയ ആങ്ങളേൻ്റെ അടുത്തേക്ക്. അത് അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, തൊട്ടപ്പുറത്ത് തന്നെയാണ് വീട്. അവിടേക്ക് പോയി നോക്കിയപ്പോൾ, കിച്ചണിക്ക് പോയി നോക്കിയപ്പോൾ ജിത്തുക്ക ഒരേ ഫുഡടി. പിന്നെ അവിടെ നിന്ന് നേരെ ഹാളിക്ക് വന്നിട്ട് പിന്നെ എല്ലാവരുമായിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കുറേ സംസാരിച്ച്. അവിടെ 2 കല്യാണം വരാൻ പോവുകയാണ് മക്കളുടെ. അപ്പോൾ ആ വിവരവും കാര്യങ്ങളും അതൊക്കെ കുറേ നേരം ഡിസ്കസ്സൊക്കെ ചെയ്തിരുന്നിട്ട് മാങ്ങ കൊണ്ടുവരാൻ പറഞ്ഞു, മാങ്ങ ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു മാങ്ങ ജ്യൂസ് വേണ്ട, മാങ്ങ കട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മതി പറഞ്ഞു. അങ്ങനെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ അതൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞു. അവിടെ നിന്നും യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി ഒരു 10-11 മണിയായി വീടെത്തുമ്പോൾ. എനിക്കാകെ ബുധനാഴ്ച പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടാം. അപ്പോൾ എല്ലാവർക്കും ബായ്.